ഷിർക്കിന്റെ വഴികളിൽ മിക്കതും ആളുകൾക്കിടയിൽ കടന്നു വരാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യം ഗൗരവത്തിലെടുക്കണം. നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. നമുക്ക് സാധിക്കുന്ന പണി എന്താണോ എടുക്കണം. തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. ഉണ്ടാതിരിക്കരുത്, അനങ്ങാതിരിക്കരുത്. ഒരു കൈവിരൽ കൊണ്ട് അനേകം നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു ക്ലിക്ക് അമർത്തിയാമേ, മൊബൈലും ഒരു കുത്തൽ കുത്തിയാൽ മതി, അവൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു നന്മ എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങൾ നമ്മൾ മടിഞ്ഞിരിക്കരുത്. തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രസംഗിക്കണ്ട, നിങ്ങൾ എഴുതണ്ട, എഴുതിയ ആൾക്കാരുടെ എന്തെങ്കിലും നിങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യണം. ജനങ്ങൾക്ക് അറിവില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധനം എന്ന് നമ്മുടെ ഒന്നാമത്തെ വിഷയമാണ്. വേറെ എന്തും പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ പറയേണ്ടത് തൗഹീദാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസം എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നാൽ അപ്പോഴാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞില്ലാതെയാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയാം. ജാഹിലിയത്ത് പഠിക്കണം. ഷിർക്ക് പഠിക്കുന്നതിന് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഷിർക്കിന്റെ വഴികൾ മറ്റുമൊക്കെ പഠിച്ചത് എന്തിനാണ്? ഇത് പഠിച്ചാലേ തൗഹീദ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ചില ആളുകൾ പറയും, നിങ്ങൾ തൗഹീദ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇതൊക്കെ പറയുന്നത്? ആളുകൾ തെറ്റിതിരുത്തണ്ടല്ലോ, നന്മ അങ്ങ് പറഞ്ഞാൽ തിന്മ ഇല്ലാതെയായിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളെ കാണാം. പലപ്പോഴും ജമാഅത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളിൽ പലരിലും ഇത് കാണാം. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നെന്താ? അവർ ഉദാഹരണം പറയും. എന്താ ഉദാഹരണം? പ്രകാശം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടങ്ങില്ലാതെയായിക്കൊള്ളും. എന്താ ഉദാഹരണം? അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹ് പറയും, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. നന്മ മാത്രം പറഞ്ഞു കൊടുക്കണമെന്നല്ല, തിന്മ വിരോധിക്കണം. എന്തിനധികം നമ്മുടെ തൗഹീദിന്റെ ഒന്നാമത്തെ കലിമത്ത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ. അത് തുടങ്ങുന്നത് തന്നെ എതിർത്തുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഇലാഹുമില്ല എന്നാണ്, അള്ളാഹു അല്ലാതെ. തുടങ്ങുന്നത് തന്നെ മറ്റ് ഇലാഹുകളെ നിഷേധിച്ചുകൊണ്ടാണ്. അത് പഠിച്ച ഒരാൾ എങ്ങനെയാണ് തൗഹീദ് മാത്രം പറഞ്ഞാൽ മതി, ഷിർക്കിനെ കുറിച്ചൊന്നും മിണ്ടണ്ട എന്ന് പറയാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, മടുക്കാതെ നമ്മൾ തൗഹീദ് പഠിപ്പിക്കുകയും ഷിർക്ക് അതിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകുകയും ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അവസാനിപ്പിക്കരുത്, നിർത്തരുത്. നിനക്ക് എന്താണോ കഴിയുന്നത് അങ്ങനെ നീ ചെയ്യാം. നിനക്ക് എന്താണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നീ അത് പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്ന് അതിന്റെ എല്ലാ വഴികളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം ബിസ്വാബ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.